ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ ഫിസിക്സിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദി വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷന്റെ 5ാമത്തെ പാർട്ടുമായിട്ടാണ്. അപ്പൊ ഇതുവരെയുള്ള ഭാഗങ്ങൾ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലെ. നമുക്ക് നോക്കാം. Is visible light produced only when all the colors of visible light are combined? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. Is white light produced only when all the colors of visible light are combined? അതായത് നമ്മൾ ഒരു പ്രിസം വെച്ചു ലൈറ്റ് കടത്തി വിട്ട് ഡിസ്പേർഷൻ വഴി 7 കളർ സ്പ്ലിറ്റ് ചെയ്തു അല്ലേ. ആ 7 കളർ സ്പ്ലിറ്റ് ചെയ്തതിന്റെ ആ ഒരു പാതയിൽ നമ്മൾ വേറൊരു പ്രിസം വെച്ചു. നമുക്ക് എന്ത് കിട്ടി? ഒരു വൈറ്റ് ലൈറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ 7 കളർ പാസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? ഒരു വൈറ്റ് ലൈറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ചോദിച്ചത് എന്താ? ഈസ് വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ്ഡ് ഓൺലി വെൻ ഓൾ ദി കളേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ് ആർ കമ്പൈൻഡ്. അതായത് നമ്മളുടെ വിസിബിൾ ലൈറ്റിൽ 7 കളർ ഉണ്ട് അല്ലെ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്. ഈ 7 കളറും കൂടിയാൽ മാത്രമാണോ നമുക്കൊരു വൈറ്റ് ലൈറ്റ് കിട്ടുക? അതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിൻ്റെ ഉത്തരം തരുന്നത് നമുക്ക് ആരാണ്? നമ്മളുടെ പ്രൈമറി കളേഴ്സ് ആൻഡ് സെക്കൻഡറി കളേഴ്സ് ആണ്. എന്താണ് പ്രൈമറി കളേഴ്സ് ആൻഡ് സെക്കൻഡറി കളേഴ്സ്? Arrange LEDs emitting red, green and blue light at an angle of 120 degree on a circular disc. ഒരു സർക്കുലാർ ഡിസ്ക് എടുത്തിട്ടുണ്ട്. 120 ഡിഗ്രി വരുന്ന രീതിയിൽ റെഡും ഗ്രീനും ബ്ലൂവും അറേഞ്ച് ചെയ്ത് വെക്കാം. LED ലൈറ്റ് അറേഞ്ച് ചെയ്ത് വെക്കുക. ഒരു സർക്കുലാർ ഡിസ്കിൽ 120 ഡിഗ്രി വരുന്ന രീതിയിൽ എന്താണ് റെഡും ബ്ലൂവും ഗ്രീനും അറേഞ്ച് ചെയ്ത് വെക്കുക. LED ആണ്. Pass the light from the LEDs through a PVC pipe and project it on a screen. എന്താണ് ഈ ഒരു ലൈറ്റ് അല്ലെ? ഒരു PVC പൈപ്പിലൂടെ കടത്തി വിട്ടതിന് ശേഷം ഒരു സ്ക്രീനിലേക്ക് പതിപ്പിക്കാനായിട്ടാണ് പറഞ്ഞത്. Set the position of the PVC pipe such that the red, green and blue color overlap. ഈ ഒരു PVC പൈപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു റെഡും ഗ്രീനും ബ്ലൂവും ഒക്കെ ഒന്ന് ഓവർലാപ്പ് ചെയ്യുക. ഓവർലാപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇതിപ്പോ രണ്ടും, അതായത് ഓവർലാപ്പ് ചെയ്യുക. ഇതിപ്പോ ഒരു ഉണ്ട, ഇതിപ്പോ ഒരു ഉണ്ട, ഇത് രണ്ടും ഓവർലാപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇങ്ങനെ ഏകദേശം ഇങ്ങനെ വരുന്ന രീതിയിൽ. ഓക്കെ, ഇങ്ങനെ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാനാണ് പറഞ്ഞത്. എന്താണ് നിങ്ങൾ ഒബ്സർവ് ചെയ്തത്? വാട്ട് ഡു യു ഒബ്സർവ്? ബേസ്ഡ് ഓൺ യുവർ ഒബ്സർവേഷൻ കംപ്ലീറ്റ് ടേബിൾ അല്ലെ. നിങ്ങളുടെ ഒബ്സർവേഷന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ കാണിച്ചു തരാനായിട്ട് പറ്റില്ല. നമുക്ക് എന്താ വേറൊരു രീതിയിൽ നമുക്ക് ഈ ഒരു ടേബിൾ ഫിൽ ചെയ്ത് നോക്കാം. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് ഈ ടേബിൾ ഫിൽ ചെയ്യാം. ഓക്കെ, നോക്ക്, ഇവിടെ നമുക്ക് ഒരു റെഡ് കളർ ഉണ്ട് എന്ന് വിചാരിക്കും. ഇതെന്താണ്? റെഡ് ആണെന്ന് വിചാരിക്കും. ഇത് റെഡ് ആണെന്ന് വിചാരിക്കും. ഇത് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ എന്ത് വെച്ചിട്ടുണ്ട്? ഞാൻ ഗ്രീന് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഗ്രീന് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ആരെ വെച്ചിട്ടുണ്ട്? ബ്ലൂവിനെയും വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ 3 LED-നെയും വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റെഡും ഗ്രീനും എന്താണ്? റെഡും ഗ്രീനും അല്ലെ, റെഡും ഗ്രീനും ഓവർലാപ്പ് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അല്ലെ, ഈ ഒരു ഭാഗത്ത് എനിക്ക് കാണാൻ പറ്റുന്നത് യെല്ലോ ആയിരിക്കും. എന്തായിരിക്കും? യെല്ലോ ആയിരിക്കും. റെഡും ഗ്രീനും ഓവർലാപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും മിക്സ് ആവുന്ന രീതിയിൽ അല്ലെ. റെഡും ഗ്രീനും മിക്സ് ആവുന്ന ഭാഗം ഏതാ? ഇവിടെയാണ് അല്ലെ. ഇത് റെഡിന്റെ ഭാഗമാണ്, ഇത് ഗ്രീനിന്റെ ഭാഗമാണ്. ഇത് രണ്ടും മിക്സ് ആയി വരുന്നത് ഈ ഒരു ഭാഗത്താണ് അല്ലെ. ഈ ഒരു ഭാഗത്ത് എനിക്ക് കാണാൻ പറ്റുന്ന ഏത് കളറാണ്? യെല്ലോ കളറാണ്. ഇനി ഈ ഒരു ഗ്രീൻ അല്ലെ, ഈ ഒരു ഗ്രീൻ ആണ് ഇത് ബ്ലൂ ആണ്. ഈ ഗ്രീനും എന്താണ്? ഈ ഒരു ഗ്രീനും ബ്ലൂവും മിക്സ് ആവുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അല്ലെ. ഗ്രീനും ബ്ലൂവും മിക്സ് ആവുന്ന ഈ ഒരു ഭാഗം, ഗ്രീനും ബ്ലൂവും മിക്സ് ആവുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ. ഇത് നമ്മളുടെ റെഡും ഗ്രീനും മിക്സ് ആവുന്ന, ഗ്രീനും ബ്ലൂവും മിക്സ് ആവുന്ന ഈ രണ്ട് ഭാഗത്തിന്റെ ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗത്ത് എനിക്ക് കിട്ടുന്ന കളറാണ് സയാൻ. CYAN സയാൻ. ഇനി നോക്ക്, ഈ ബ്ലൂവും റെഡും അല്ലെ, ഈ ഒരു ബ്ലൂവും റെഡും മിക്സ് ആകുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് എനിക്ക് കിട്ടുന്ന കളറാണ് മജന്ത. എന്താണ്? മജന്തയാണ്. ഇനി ഈ ഒരു ഭാഗം നോക്ക്, ഈ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഈ ഒരു ഭാഗത്ത് നമ്മളുടെ 3 കളറും മിക്സ് ആകുന്നുണ്ട് അല്ലെ. റെഡും മിക്സ് ആകുന്നുണ്ട്, ഗ്രീനും മിക്സ് ആകുന്നുണ്ട്,
ബ്ലൂ മിക്സ് ആകുന്നുണ്ട്. ഈ 3 കളറും മിക്സ് ആകുന്ന ഈ ഒരു ഭാഗത്ത് എനിക്ക് കിട്ടുന്നത് കളറ് വൈറ്റ് ആണ്. എന്താണ്? വൈറ്റ് ആണ്. അപ്പൊ ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മളുടെ 3 കളർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. റെഡും ഗ്രീനും മിക്സ് ആവുന്ന അല്ലെ, റെഡും ഗ്രീനും മിക്സ് ആവുന്ന കമ്പൈൻ ചെയ്യുന്ന ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് കിട്ടുന്ന കളറാണ് യെല്ലോ. എന്താണ്? യെല്ലോ. അതുപോലെ തന്നെ ഗ്രീനും ബ്ലൂ മിക്സ് ആവുന്ന ഈ ഒരു ഭാഗത്ത് കിട്ടുന്ന കളറാണ് എന്ത്? നമ്മളുടെ സയാൻ. എന്താണ്? സയാൻ. ബ്ലൂവും റെഡും മിക്സ് ആവുന്ന ഈ ഒരു ഭാഗത്ത് കിട്ടുന്ന കളറാണ് മജന്ത. മജന്ത. പിന്നെ ഈ 3 മിക്സ് ആവുന്ന ഈ ഒരു ഭാഗത്ത് കിട്ടുന്ന ഏതാണ്? വൈറ്റ് കളർ ആണ്. എന്താണ്? വൈറ്റ് കളർ ആണ്. അങ്ങനെയാണെ നോക്ക്. ഇൻ ദ റീജിയൻ വേർ റെഡ്, green and blue colors of the same intensity are combined, we see white light. അല്ലേ? റെഡും ഗ്രീനും ബ്ലൂവും ഒരേ ഇൻറ്റൻസിറ്റിയിൽ മിക്സ് ആകുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്ന കളർ ഏതാണ്? വൈറ്റ് ലൈറ്റ് ആണ്. എന്താണ്? റെഡും ഗ്രീനും ബ്ലൂവും മിക്സ് ആകുന്ന അല്ലെ, മിക്സ് ആകുന്ന ഈ ഒരു ഭാഗത്ത് കിട്ടുന്ന കളർ ഏതാണ്? വൈറ്റ് ലൈറ്റ് ആണ്. ദ റീജിയൻ വേർ റെഡ് ആൻഡ് ഗ്രീൻ കമ്പൈൻ അപ്പിയർ ആസ് യെല്ലോ. അല്ലെ, റെഡും ഗ്രീനും കമ്പൈൻ ചെയ്യുന്ന റീജിയൻ അപ്പിയേഴ്സ് ആസ് യെല്ലോ. യെല്ലോ ആയിട്ടാണ് കാണാനായിട്ട് പറ്റുന്നത്. ഗ്രീനും ബ്ലൂവും അല്ലെ, ഗ്രീനും ബ്ലൂവും മിക്സ് ആകുന്ന ഭാഗത്ത് കിട്ടുന്നതാണ് സയാൻ. ബ്ലൂവും റെഡും അല്ലെ, ബ്ലൂവും റെഡും കമ്പൈൻ ചെയ്യുന്ന ഭാഗത്ത് കിട്ടുന്നതാണ് മജന്ത. ഓക്കെ, മജന്ത. ഈ ഒരു ചിത്രം നോക്കുങ്ങള്. ഇവിടെ റെഡ് ഉണ്ട് അല്ലെ, ഇത് ഫുള്ള് റെഡാണ്. ഇത് ഫുള്ള് ഇങ്ങനെ ഫുള്ള് റെഡാണ്. ഇങ്ങനെ ഫുള്ള് എന്താണ്? ഗ്രീനും ആണ്. അപ്പൊ ഈ റെഡും ഗ്രീനും മിക്സ് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അല്ലെ, റെഡും ഗ്രീനും മിക്സ് ചെയ്യുന്ന ഈ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് കിട്ടുന്നതാണ് യെല്ലോ അല്ലെ. ഇനി എന്താ? ഗ്രീനും ബ്ലൂവും അല്ലെ, ഗ്രീനും ബ്ലൂവും ഒരുമിച്ച് കമ്പൈൻ ചെയ്യുന്ന ഈ ഒരു ഭാഗമുണ്ട് അല്ലെ, ഈ ഒരു ഭാഗത്ത് കിട്ടുന്ന എന്താണ്? സയാൻ. എന്താണ്? സയാൻ. പിന്നെ എന്താ? ബ്ലൂവും റെഡും മിക്സ് ആകുന്ന ഈ ഒരു ഭാഗമുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഏത് കളറാണ് കിട്ടുന്നത്? മജന്ത കളറാണ്. മജന്ത കളറാണ്. ഈ 3 കളറും റെഡും ഗ്രീനും ബ്ലൂവും കൂടി ചേരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് എന്താണ് നമുക്ക് കിട്ടുന്നത്? വൈറ്റ് ആണ് കിട്ടുന്നത്. ഏതാണ് കിട്ടുന്നത്? വൈറ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതൊക്കെ കളറിനെയായിരുന്നു ഇവിടെ എടുത്തിട്ടുള്ളത്? ഏതൊക്കെ കളറിനെയായിരുന്നു ഇവിടെ എടുത്തിട്ടുള്ളത്? നമ്മൾ റെഡ് അല്ലെ, റെഡിനെ എടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് എടുത്തിട്ടുള്ളത്? ഗ്രീനിനെ എടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് എടുത്തിട്ടുള്ളത്? നമ്മൾ ബ്ലൂവിനെ എടുത്തിട്ടുണ്ട്. ഈ റെഡ്, ഗ്രീൻ, ബ്ലൂ, ഈ റെഡിനെയും ഗ്രീനിനെയും ബ്ലൂവിനെയും വിളിക്കുന്ന പേരാണ് പ്രൈമറി കളേഴ്സ്. എന്താണ്? പ്രൈമറി കളേഴ്സ് എന്നാണ് വിളിക്കുക. അപ്പൊ ഏതൊക്കെയാണ് പ്രൈമറി കളേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ആൻസർ ചെയ്യുക? റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. ഈ 3 എണ്ണമാണ് നമ്മളുടെ പ്രൈമറി കളേഴ്സ് ആയിട്ട് വരുന്നത്. എന്താണ്? പ്രൈമറി കളേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി നമ്മളുടെ ഈ കളറൊക്കെ അല്ലെ, ഈ ഒരു കളേഴ്സ് ഒക്കെ കൂട്ടിയതിന് ശേഷം, അതായത് റെഡും ഗ്രീനും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് യെല്ലോ കിട്ടുന്നുണ്ട് അല്ലെ, ഗ്രീനും ബ്ലൂവും കൂട്ടുമ്പോൾ നമുക്ക് സയാൻ കിട്ടുന്നുണ്ട്, ബ്ലൂവും റെഡും കൂട്ടുമ്പോൾ നമുക്ക് മജന്ത കിട്ടുന്നുണ്ട്. ബാക്കിയെല്ലാം കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? വൈറ്റ് ആണ് കിട്ടുന്നത്. അപ്പോ ഇങ്ങനെ കൂട്ടിയിട്ട് അല്ലെ, എന്താണ്? റെഡും ഗ്രീനും കൂട്ടുമ്പോൾ യെല്ലോ കിട്ടുന്നുണ്ട്. അപ്പോൾ യെല്ലോ, സയാൻ, മജന്ത ഇവയൊക്കെ വിളിക്കുന്ന പേരാണ് എന്താണ്? യെല്ലോ, സയാൻ, മജന്ത ഇവരെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി കളേഴ്സ്. എന്താണ്? സെക്കൻഡറി കളേഴ്സ്. സെക്കൻഡറി കളേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സെക്കൻഡറി കളേഴ്സ്. ഇവിടെ നോക്ക്. നോട്ട് ഓൺലി വൈറ്റ് ലൈറ്റ് ബട്ട് ഓൾ അതർ കളേഴ്സ് colored light can be created using red, green and blue lights. അല്ലേ? എന്താണ്? വൈറ്റ് ലൈറ്റിനെ മാത്രമാണോ നമ്മളുടെ ഈ ഒരു റെഡും ഗ്രീനും ബ്ലൂവും ചേർന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്? അല്ല, വേറെ കളേഴ്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. റെഡും ഗ്രീനും ചേർന്ന് യെല്ലോ കിട്ടുന്നുണ്ട്, ഗ്രീനും ബ്ലൂവും ചേർന്ന് സയാൻ കിട്ടുന്നുണ്ട്, ബ്ലൂവും റെഡും ചേർന്ന് മജന്ത കിട്ടുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇങ്ങനെ റെഡിനെയും ഗ്രീനിനെയും ബ്ലൂവിനെയും വിളിക്കുന്ന പേരാണ് പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ്. എന്താണ്? പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ്. The colored light formed by combining any two primary colors is a secondary color of light. അല്ലെ, 2 പ്രൈമറി കളർ കൂട്ടിയിട്ട് കിട്ടുന്ന ഏതോ ഒരു കളർ ഉണ്ടാവുമല്ലോ, ആ കളറിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? സെക്കൻഡറി കളേഴ്സ്. അപ്പോൾ റെഡ് അല്ലെ, റെഡ്,
ബ്ലൂവും ഗ്രീനും ഇതിന്റെ പേരാണ് എന്തെന്ന് പ്രൈമറി കളേഴ്സ്. ഇതാണ് പ്രൈമറി കളേഴ്സ്. അപ്പോൾ ഈ രണ്ട് പ്രൈമറി കളർ കൂട്ടിയാൽ ഒരു കളർ കിട്ടും, ഈ രണ്ട് പ്രൈമറി കളർ കൂട്ടിയാൽ ഒരു കളർ കിട്ടും, ഈ രണ്ട് പ്രൈമറി കളർ കൂട്ടിയാൽ ഒരു കളർ കിട്ടും. അങ്ങനെ രണ്ട് പ്രൈമറി കളേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് വേറൊരു കളർ കിട്ടുമല്ലോ അല്ലെ. രണ്ട് പ്രൈമറി കളേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് വേറൊരു കളർ കിട്ടും. അങ്ങനെ വേറൊരു കളർ കിട്ടുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി കളർ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. എന്താണ് സെക്കൻഡറി കളർ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്? അപ്പൊ ഇവിടെ ഏതൊക്കെയാ സെക്കൻഡറി കളർ കിട്ടുന്നത്? രണ്ട് പ്രൈമറി കളർ കൂടി ചേർന്നിട്ട് യെല്ലോ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ യെല്ലോ എന്താണ്? ഒരു സെക്കൻഡറി കളർ ആണ്, കളർ ഓഫ് ലൈറ്റ് ആണ്. ഗ്രീനും ബ്ലൂ രണ്ടും പ്രൈമറി കളറാണ്. പ്രൈമറി കളർ കൂടി ചേർന്നിട്ട് ഒരു സയാൻ എന്ന് പറയുന്ന സെക്കൻഡറി കളർ ഓഫ് ലൈറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. അടുത്ത ബ്ലൂവും റെഡും എന്ന് പറയുന്ന രണ്ട് പ്രൈമറി കളേഴ്സ് കൂടിയിട്ട് മജന്ത എന്ന് പറയുന്ന ഒരു സെക്കൻഡറി കളറാണ് നമുക്കിവിടെ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഈ മൂന്ന് പ്രൈമറി കളറും കൂടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വൈറ്റ് ലൈറ്റ് കിട്ടുന്നത്. എന്താണ്? നമ്മളുടെ പ്രൈമറി കളേഴ്സായ നമ്മളുടെ മൂന്ന് പ്രൈമറി കളേഴ്സും കൂടി ചേരുമ്പോൾ, മൂന്ന് പ്രൈമറി കളേഴ്സും കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കളർ കിട്ടുന്നത്? വൈറ്റ് ലൈറ്റ് കിട്ടുന്നത്. അപ്പം ഈ ഒരു ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യാലോ അല്ലെ. റെഡും ഗ്രീനും ചേർന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടും? യെല്ലോ കിട്ടും. റെഡും ബ്ലൂവും നോക്കൂ, റെഡും ബ്ലൂവും അല്ലെ, റെഡും ബ്ലൂവും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മജന്തയാണ് കിട്ടുക അല്ലെ, മജന്തയാണ് കിട്ടുക. അടുത്തത് ബ്ലൂവും ഗ്രീനും അല്ലെ, ബ്ലൂവും ഗ്രീനും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സയാനാണ് കിട്ടുക അല്ലെ. റെഡും ഗ്രീനും ബ്ലൂവും മൂന്നും പ്രൈമറി കളേഴ്സ് ആണ്, മൂന്നും പ്രൈമറി കളേഴ്സ് ആണ്. പ്രൈമറി കളേഴ്സ് കൂടി ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും? വൈറ്റ് ആണ് കിട്ടുക. അപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. റെഡും ഗ്രീനും ചേർന്നാൽ യെല്ലോ കിട്ടും, ഗ്രീനും ബ്ലൂവും ചേർന്ന് കഴിഞ്ഞാൽ സയാൻ കിട്ടും, ബ്ലൂവും റെഡും ചേർന്ന് കഴിഞ്ഞാൽ മജന്ത കിട്ടും. ഈ ഒരു മൂന്ന് പ്രൈമറി കളേഴ്സ്, അതായത് റെഡും ഗ്രീനും ബ്ലൂവും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് വൈറ്റ് കളർ. എന്താണ്? വൈറ്റ് കളർ. ഓക്കെ. In the region where red, green and blue colors of the same intensity are combined, we see white light. അല്ലെ, മൂന്ന് കളറും ഒരേ ഇന്റൻസിറ്റിയിൽ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടും. The region where red and green combine appears as yellow. അല്ലെ, റെഡും ഗ്രീനും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ യെല്ലോ ആയിട്ട് കാണാം. The part where green and blue combines appears cyan. അല്ലെ, ബ്ലൂവും ഗ്രീനും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ സയാനും, പിന്നെ എന്താ ബ്ലൂവും റെഡും ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് മജന്ത ആണ്. Not only white light but all other colored lights can also be created using red, green and blue light. White light മാത്രമാണോ റെഡും ബ്ലൂവും ഗ്രീനും ലൈറ്റിന് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്? അല്ല, നമുക്ക് വേറെ കളേഴ്സും ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. Therefore these colors are called the primary colors of light. Primary colors of light ഏതൊക്കെയാണ്? റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. The colored light formed by combining any two primary colors is a secondary color of light. അല്ലെ, ഏതെങ്കിലും രണ്ട് പ്രൈമറി കളർ മിക്സ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി കളർ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. Find the secondary colors from figure 3.12 and write them down. ഏതൊക്കെയാണ് ഇതിൽ നമ്മളുടെ സെക്കൻഡറി കളർ ആയിട്ട് വരുന്നത്? യെസ്, യെല്ലോ വരുന്നുണ്ട്, സയാൻ വരുന്നുണ്ട്, മജന്ത വരുന്നുണ്ട്. ഏതൊക്കെയാണ്? യെല്ലോ, സയാൻ ആൻഡ് മജന്ത. What are the primary colors in yellow light? യെല്ലോ ലൈറ്റ് ഉണ്ടാവാനുള്ള പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണ്? റെഡും ഗ്രീനും അല്ലെ, റെഡും ഗ്രീനും ആണ് യെല്ലോ ലൈറ്റ് ഉണ്ടാവാനുള്ള പ്രൈമറി കളർ. Which color will be obtained when yellow light is combined with the primary color that is not present in blue? അല്ലെ, ഒന്ന് നോക്കാം. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ റെഡ് ഉണ്ട് അല്ലെ, ഇത് റെഡ് ആണ്, ഇതെന്താണ്? ഗ്രീൻ ആണ്, ഇതെന്താണ്? ബ്ലൂ ആണ്. ഓക്കെ. വിച്ച് കളർ വിൽ ബി ഒബ്റ്റെയിൻഡ് വെൻ വൈറ്റ് ലൈറ്റ് ഈസ് കമ്പൈൻഡ് വിത്ത് ദ പ്രൈമറി കളർ ദാറ്റ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ യെല്ലോ അല്ലെ. യെല്ലോ കളർ, ഇവിടെ നമുക്ക് യെല്ലോ കിട്ടുന്നുണ്ട്, ഇവിടെ നമുക്ക് സയാൻ കിട്ടുന്നുണ്ട്, ഇവിടെ നമുക്ക് മജന്തയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ യെല്ലോ കളർ കിട്ടുന്നത് റെഡും ഗ്രീനും അല്ലെ. വൈ യെല്ലോ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കൂടിയിട്ടാണ് കിട്ടുന്നത്? റെഡും ഗ്രീനും കൂടിയിട്ടാണ് യെല്ലോ കളർ കിട്ടുന്നത്. പിന്നെ എന്താ ഇവിടെ വായിച്ചു നോക്ക്. Which color will be obtained when yellow light is combined with the primary color that is not present in yellow? അല്ലെ, യെല്ലോയിൽ പ്രസന്റ് ചെയ്യാത്ത അല്ലെ, യെല്ലോയിൽ പ്രസന്റ് ചെയ്യാത്ത കളർ ഏതാണ്?
ബ്ലൂ ആണ് അല്ലെ. യെല്ലോയിൽ പ്രസന്റ് ചെയ്യാത്ത കളർ ഏതാണ്? ബ്ലൂ ആണ്. യെല്ലോയിൽ പ്രസന്റ് ചെയ്യാത്ത കളർ ബ്ലൂ ആണ്. അങ്ങനെയാണെങ്കിൽ യെല്ലോ ലൈറ്റ്, ഈ യെല്ലോ ലൈറ്റും ബ്ലൂ ലൈറ്റും അല്ലെ, യെല്ലോ ലൈറ്റും ബ്ലൂ ലൈറ്റും ചേർന്ന് കഴിഞ്ഞാൽ എന്ത് കളർ ആയിരിക്കും കിട്ടുക? എന്താണ്? യെല്ലോ ലൈറ്റും ബ്ലൂ കളറും ചേർന്ന് കഴിഞ്ഞാൽ എന്ത് കളർ ആയിരിക്കും കിട്ടുക? ഏത് കളർ ആയിരിക്കും കിട്ടുക? അതിന്റെ ആൻസർ നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് നോക്കാം. ഓക്കെ. If we add a primary color that is not a constituent of the secondary color, won't we get white light? When a secondary color is combined with a primary color, we get white light. Such pairs of colors are called complementary colors. നോക്കിക്കോളൂ, നമ്മൾ തൊട്ട് മുന്നേ എന്തായിരുന്നു നോക്കിയിട്ടുള്ളത്? നമുക്ക് റെഡ് കളർ ഉണ്ടായിരുന്നു, ഗ്രീന് കളർ ഉണ്ടായിരുന്നു, പിന്നെ ഏത് കളറാണുള്ളത്? ബ്ലൂ കളർ ഉണ്ടായിരുന്നു. അപ്പൊ റെഡും ഗ്രീനും ചേർന്നാണ് നമുക്ക് യെല്ലോ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ക്വസ്റ്റ്യൻ നോക്ക്, ഈ യെല്ലോ അല്ലെ, ഈ ഒരു യെല്ലോ ഫോം ചെയ്യാൻ റെഡും ഗ്രീനും വേണം. അപ്പൊ ഈ റെഡും ഗ്രീനും അല്ലാത്ത മറ്റേ കളർ ഏതാണ്? ബ്ലൂ ആണ് അല്ലെ, ബ്ലൂ ആണ് അല്ലെ. അപ്പോൾ ഈ യെല്ലോവും ബ്ലൂവും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കളറാണ് കിട്ടുക? വൈറ്റ് ലൈറ്റ് ആണ് കിട്ടുക. എന്താണ് കിട്ടുക? വൈറ്റ് ലൈറ്റ് ആണ് കിട്ടുക. അപ്പോൾ ഈ യെല്ലോന്റെ കോംപ്ലിമെന്ററി കളർ ആണ് എന്താണ്? യെല്ലോന്റെ കോംപ്ലിമെന്ററി കളർ ആണ് ആര്? ബ്ലൂ. ആര്? ബ്ലൂ. ഓക്കെ. എന്താണ്? യെല്ലോന്റെ കോംപ്ലിമെന്ററി കളർ ആണ് ബ്ലൂ. കാരണം യെല്ലോവും ബ്ലൂവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആരെ കിട്ടും നമുക്ക്? വൈറ്റ് ലൈറ്റിനെ കിട്ടും. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു, റെഡും ഗ്രീനും ബ്ലൂവും ചേർന്നാലാണ് നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടുക. അത് മാത്രമാണോ കിട്ടുക? അല്ല. എങ്ങനെയും കൂടി കിട്ടുക? ഒരു സെക്കൻഡറി കളർ അല്ലെ. വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? യെല്ലോ എന്താ? ഒരു സെക്കൻഡറി കളർ ആണ് അല്ലെ. ഒരു സെക്കൻഡറി കളർ, പ്രൈമറി കളറായ ബ്ലൂ അല്ലെ, സെക്കൻഡറി കളർ പ്രൈമറി കളറായ ഏതെങ്കിലും ഒരു പ്രൈമറി കളറിനോട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വൈറ്റ് ലൈറ്റ് ആണ് കിട്ടുക. എന്താ കിട്ടുക? വൈറ്റ് ലൈറ്റ് ആണ് കിട്ടുക. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് കോംപ്ലിമെന്ററി കളേഴ്സ്. യെല്ലോന്റെ കോംപ്ലിമെന്ററി കളർ ഏതാണ്? ബ്ലൂ ആണ്. അതെങ്ങനെ മനസ്സിലായി? റെഡും ഗ്രീനും ചേർന്നിട്ടാണ് യെല്ലോ ഉണ്ടായത് അല്ലെ. റെഡും ഗ്രീനും ചേർന്നിട്ടാണ് യെല്ലോ ഉണ്ടായത്. അപ്പോൾ ഈ റെഡും ഗ്രീനും അല്ലാണ്ട് മറ്റേ പ്രൈമറി കളർ ഏതാ? ബ്ലൂ ആണ്. അപ്പൊ ബ്ലൂ ആണ് യെല്ലോന്റെ ആര്? കോംപ്ലിമെന്ററി കളർ. ഓക്കെ. ഒരു സെക്കൻഡറി കളർ പ്രൈമറി കളർ, എന്താണ്? ഒരു സെക്കൻഡറി കളർ ഒരു പ്രൈമറി കളറിനോട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കളർ കിട്ടും? വൈറ്റ് ലൈറ്റ് ആണ് കിട്ടുക. എന്താണ് കിട്ടുക? വൈറ്റ് ലൈറ്റ് ആണ് കിട്ടുക. അങ്ങനെയുള്ള പെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോംപ്ലിമെന്ററി കളേഴ്സ്. എന്താണ്? കോംപ്ലിമെന്ററി കളേഴ്സ്. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ യെല്ലോ അല്ലെ, റെഡും ഗ്രീനും ചേർന്ന് കഴിഞ്ഞാൽ യെല്ലോ കിട്ടും. യെല്ലോന്റെ കോംപ്ലിമെന്ററി കളർ ബ്ലൂ ആണ്. ഇനി നോക്കാം, റെഡ്, ഗ്രീന്, ബ്ലൂ. ഓക്കെ. മജന്ത, ഇവിടെ ആയിരുന്നു നമുക്ക് മജന്ത അല്ലെ. ഇതാണ് സയാൻ, ഇതാണ് യെല്ലോ. ഓക്കെ. യെല്ലോ, സയാൻ, മജന്ത എന്താണ്? സെക്കൻഡറി കളർ ആണ് അല്ലെ. സെക്കൻഡറി കളർ ആണ്. റെഡ്, ഗ്രീൻ, ബ്ലൂ എന്താണ്? പ്രൈമറി കളർ ആണ്. യെല്ലോന്റെ കോംപ്ലിമെന്ററി കളർ ആരാണ്? ബ്ലൂ ആണ് അല്ലെ. ബ്ലൂ ആണ്. മജന്ത കിട്ടണമെങ്കിൽ ആരൊക്കെ ചേരണം? റെഡും ബ്ലൂവും ചേരണം അല്ലെ. ആരൊക്കെ ചേരണം? റെഡും ചേരണം. പിന്നെ ആരാ ചേരേണ്ടത്? മജന്ത കിട്ടാൻ റെഡും ബ്ലൂ ആണ് അല്ലെ. റെഡും, സോറി ഇവിടെ എഴുതാൻ പറ്റൂല കേട്ടോ, ഇങ്ങോട്ടേക്ക് എഴുതുന്നുണ്ട്. മജന്ത കിട്ടണമെങ്കിൽ ആരൊക്കെ ചേരണം? റെഡും ബ്ലൂവും ചേരണം അല്ലെ. റെഡും ബ്ലൂവും ചേരണം. അങ്ങനെയാണെങ്കിൽ മജന്തയുടെ കോംപ്ലിമെന്ററി കളർ ആരായിരിക്കും? റെഡും ബ്ലൂ ഇല്ല, അപ്പൊ ആരായിരിക്കും? ഗ്രീൻ ആയിരിക്കും അല്ലെ. മജന്തയുടെ കോംപ്ലിമെന്ററി കളർ ആരാണ്? ഗ്രീൻ ആണ് അല്ലെ. ഗ്രീൻ ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ എന്ത് വരും? ഗ്രീൻ എന്ന് വരും. ഇനി അടുത്ത സയാൻ അല്ലെ, സി അല്ലെ. സയാൻ കിട്ടണമെങ്കിൽ ആരൊക്കെ ചേരണം? ബ്ലൂവും ഗ്രീനും ചേരണം അല്ലെ. ബ്ലൂവും ഗ്രീനും ചേർന്നിട്ടാണ് സയാൻ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ സയാന്റെ കോംപ്ലിമെന്ററി കളർ ആരായിരിക്കും? റെഡ് ആയിരിക്കും അല്ലെ. ബ്ലൂവും ഗ്രീനും കഴിഞ്ഞു, അപ്പൊ ബാക്കി ആരാ ഉള്ളത്? റെഡ് അല്ലെ. അപ്പൊ കോംപ്ലിമെന്ററി കളർ ആരാണ് സയാന്റെ? റെഡ് ആണ്. കോംപ്ലിമെന്ററി കളർ ആരാണ്? റെഡ് ആണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് പ്രൈമറി കളറും സെക്കൻഡറി കളറും മനസ്സിലാക്കേണ്ടത് കേട്ടോ. നമുക്ക് 3 പ്രൈമറി കളറാണുള്ളത്: റെഡ്, ഗ്രീന്, ബ്ലൂ.
റെഡ് ഗ്രീന് ബ്ലൂ. അപ്പോൾ ഈ രണ്ട് പ്രൈമറി കളർ കൂടുമ്പോൾ അല്ലെ, റെഡും ഗ്രീനും കൂടുമ്പോൾ യെല്ലോ കിട്ടും, പിന്നെ ഗ്രീനും ബ്ലൂവും കൂടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സയാൻ കിട്ടും, ബ്ലൂവും റെഡും കൂടുമ്പോൾ നമുക്ക് മജന്ത കിട്ടും. അപ്പൊ അങ്ങനെ മജന്ത, യെല്ലോ, സയാൻ ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, സെക്കൻഡറി കളേഴ്സ് അല്ലെ. രണ്ട് പ്രൈമറി കളേഴ്സ് കൂടിയിട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സെക്കൻഡറി കളർ, അതായത് യെല്ലോ അല്ലെ, ഒരു സെക്കൻഡറി കളർ പ്രൈമറി കളർ, ഒരു സെക്കൻഡറി കളർ പ്രൈമറി കളറിൻ്റെ കൂടി കൂടിയാൽ നമുക്ക് എന്ത് കളർ കിട്ടും, വൈറ്റ് ലൈറ്റ് ആണ് കിട്ടുക. എന്താണ് വൈറ്റ് ലൈറ്റ്? വെൻ എ സെക്കൻഡറി കളർ ഈസ് കമ്പൈൻഡ് വിത്ത് എ പ്രൈമറി കളർ വി ഗെറ്റ് വൈറ്റ് ലൈറ്റ് അല്ലെ. സച്ച് പെയർ ഓഫ് കളേഴ്സ് ആർ കോൾഡ് കോംപ്ലിമെന്ററി കളേഴ്സ്. അങ്ങനെയുള്ള പെയറിനെയാണ് നമ്മൾ കോംപ്ലിമെന്ററി കളേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പ്രൈമറി കളർ എന്താണെന്നും സെക്കൻഡറി കളർ എന്താണെന്നും മനസ്സിലായില്ലേ? ഇനി ഇവിടെ നോക്ക്, the yellow light from a sodium vapor lamp is not a composite light. Hence, red and green objects appear dark in this light. അതെന്താ? റെഡ് കളറും ഗ്രീൻ കളറും അല്ലെ, സോഡിയം വേപ്പർ ലാമ്പ് യെല്ലോ കളറാണ് വരിക അല്ലെ. യെല്ലോ കളർ ലൈറ്റിൽ റെഡും ഗ്രീനും ഒബ്ജക്റ്റ് എന്താണ്, ഡാർക്ക് കളർ ആയിട്ടാണ് കാണുക. അതെന്തായിരിക്കും? യെസ്, യെല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു സെക്കൻഡറി കളറാണ് അല്ലെ, സെക്കൻഡറി കളറാണ്. സെക്കൻഡറി കളർ ആയതുകൊണ്ട് നമ്മളുടെ പ്രൈമറി കളറായിട്ടുള്ള റെഡും ഗ്രീനും എന്തായിട്ട് കാണും, ഡാർക്ക് ആയിട്ടാണ് കാണുക. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കളേഴ്സ് ആൻഡ് ഡൈ അല്ലെ. കളർ ഓഫ് ലൈറ്റ്, റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ ആർ പ്രൈമറി കളേഴ്സ് വൈൽ കൺസിഡറിങ് കളേഴ്സ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ കളേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, കളേഴ്സ് ഓഫ് ലൈറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റെഡും ഗ്രീനും ബ്ലൂ ആണ് നമ്മളുടെ പ്രൈമറി കളർ. പക്ഷെങ്കിൽ ഡൈ അല്ലെ, ഡൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയിന്റിങ്ങിലും ഡ്രസ്സിലൊക്കെ അല്ലെ, ക്ലോത്തിലൊക്കെ വേറെ കളറൊക്കെ മുക്കുന്ന കാണാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള കേസിൽ നമ്മളുടെ പ്രൈമറി കളർ ആരാണെന്നോ, സയാനും മജന്തയും യെല്ലോ ആണ്. എന്താണ്? സയാനും മജന്തയും യെല്ലോ ആണ്. നമ്മളുടെ കളേഴ്സ് ഓഫ് ലൈറ്റിൽ റെഡ്, ഗ്രീൻ, ബ്ലൂ ആണ് നമ്മളുടെ പ്രൈമറി കളേഴ്സ്. പക്ഷേ ഡൈസിന്റെ കേസിൽ സയാനും യെല്ലോവും പിന്നെന്താണ്, മജന്തയാണ് പ്രൈമറി കളേഴ്സ്. ദി കോമ്പിനേഷൻ ഓഫ് പ്രൈമറി കളേഴ്സ് ഓഫ് ദ സെയിം ഇന്റൻസിറ്റി ആൻഡ് പ്രൈമറി ഡൈസ് ആർ ഗിവൺ ഇൻ ദ ബിലോ. നോക്കൂ, കളേഴ്സ് ഓഫ് ലൈറ്റ് ബ്ലൂവും ഗ്രീനും റെഡും കൂടുമ്പോൾ വൈറ്റ് ആവുന്നുണ്ട് അല്ലെ. ബ്ലൂവും ഗ്രീൻ ആണെങ്കിൽ സയാൻ, ഗ്രീനും റെഡ് ആണെങ്കിൽ യെല്ലോ, ബ്ലൂവും റെഡ് ആണെങ്കിൽ മജന്ത. ഈ കാര്യം നമ്മൾ പഠിച്ചു അല്ലെ. കളേഴ്സ് ഓഫ് ലൈറ്റിന്റെ കേസ് നമ്മൾ പഠിച്ചു. ഇതേ സംഭവം തന്നെ ഡൈസിന്റെ കേസിൽ വരികയാണെങ്കിൽ, എന്താണ്? ഡൈസിന്റെ കേസിൽ വരികയാണെങ്കിൽ നമ്മളുടെ പ്രൈമറി കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയാനും യെല്ലോവും മജന്തയും ആണ് കേട്ടോ. നമ്മളുടെ ഡൈസിന്റെ കേസിൽ വരികയാണെങ്കിൽ പ്രൈമറി കളേഴ്സ് ആരൊക്കെയാണ്? സയാനും യെല്ലോവും മജന്തയാണ്. ഓക്കെ, സയാനും യെല്ലോവും കൂടിയിട്ടാണ് നമുക്ക് ആരെ കിട്ടുന്നത്, ഗ്രീനിനെ കിട്ടുന്നത്. ഓക്കെ, സയാനും മജന്തയും കൂടിയിട്ടാണ് നമുക്ക് ബ്ലൂവിനെ കിട്ടുന്നത്. യെല്ലോവും മജന്തയും കൂടിയിട്ടാണ് നമുക്ക് ആരെ കിട്ടുന്നത്, റെഡിനെ കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം കൂടി നോക്കിയിട്ട് വെക്കുക കേട്ടോ. നമ്മളുടെ കളേഴ്സ് ഓഫ് ലൈറ്റ് വരുമ്പോൾ നമ്മളുടെ പ്രൈമറി കളേഴ്സ് ബ്ലൂ, ഗ്രീൻ, റെഡ് ആണ്. ഡൈസിന്റെ കേസിൽ നമ്മളുടെ പ്രൈമറി കളേഴ്സ് മിക്സ് ചെയ്തിട്ട് സെക്കൻഡറി കളേഴ്സ് ആയിട്ട് യെല്ലോ, സയാൻ, മജന്ത കിട്ടുന്നുണ്ട്. ഡൈസിന്റെ കേസിൽ ഇവരാണ് ആര്, പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സയാനും യെല്ലോവും മജന്തയും കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് കളറാ കിട്ടുക, ഡാർക്ക് ആണ് കിട്ടുക. നമ്മളുടെ ബ്ലൂ, ഗ്രീൻ, റെഡ് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ആയിരുന്നു കിട്ടിയിട്ടുള്ളത് അല്ലെ, വൈറ്റ് ആയിരുന്നു കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഡൈസിന്റെ കേസിൽ 3 കളർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആരാണ്, ഡാർക്കിനെയാണ് കിട്ടുന്നത്. ആരെയാണ് കിട്ടുന്നത്, ഡാർക്കിനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി എന്താണ്, സയാനും യെല്ലോ അല്ലെ, സയാനും യെല്ലോവും ചേരുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ഗ്രീൻ ആണ് കിട്ടുന്നത്. സയാനും മജന്തയാണെങ്കിൽ നമുക്ക് ബ്ലൂ ആണ് കിട്ടുന്നത്. യെല്ലോവും മജന്തയാണെങ്കിൽ റെഡ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇതും കൂടി ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. പ്രൈമറി ഡൈസ് ആർ യൂസ്ഡ് ഇൻ പെയിന്റിങ്സ് ആൻഡ് പ്രിന്റിംഗ്. ഇൻ പ്രിന്റിംഗ് ബ്ലാക്ക് ഡൈസ് ഓൾസോ യൂസ്ഡ്. ഓക്കെ, പ്രൈമറി ഡൈസ് അല്ലെ, ഈ ഒരു സയാൻ, യെല്ലോ, മജന്ത ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എവിടെയാ, പെയിന്റിങ്സിലും പ്രിന്റിങ്സിലും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ടേക്ക് എ സർക്കുലർ ഡിസ്ക്, color half of it with light yellow color and the other half with light blue color using crayons. Rotate this circular disc very fast. What do you observe? Why does the color disc appear white? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു
റൗണ്ട് അല്ലെ, ഒരു സർക്കുലാർ ഡിസ്ക് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരു ഭാഗത്ത് അല്ലെ, ഈ ഒരു ഭാഗത്ത് ബ്ലൂ കളറും ഈ ഒരു ഭാഗത്ത് എന്താണ് യെല്ലോ കളറും അല്ലെ, ഒരു ഭാഗത്ത് യെല്ലോ കളറും ഒരു ഭാഗത്ത് എന്താണ് ബ്ലൂ കളറും അടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എന്താ, ഈ ഒരു ഡിസ്ക് സ്പീഡിൽ കറക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്പീഡിൽ കറക്കി കഴിയുമ്പോൾ ഇത് രണ്ടും മിക്സ് ആവും അല്ലെ. എങ്ങനെ കളർ മിക്സ് ആവുന്നല്ല, സ്പീഡിൽ കറങ്ങുമ്പോൾ ഈ രണ്ടും കമ്പൈൻ ചെയ്യുന്ന പോലെ തോന്നും. രണ്ടും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് വൈറ്റ് ലൈറ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും അല്ലെ, വൈറ്റ് ലൈറ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും. അതിന്റെ കാരണം എന്താ? യെസ്, ബ്ലൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈമറി കളറാണ്, യെല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി കളറാണ് അല്ലെ. ബ്ലൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈമറി കളറാണ്, യെല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി കളറാണ്. യെല്ലോയുടെ കോംപ്ലിമെന്ററി കളറാണ് ബ്ലൂ അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, യെല്ലോ ബ്ലൂ ഗ്രീൻ റെഡ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ അല്ലെ. ഇവിടെ എന്തായിരുന്നു, നമുക്ക് റെഡ് ഉണ്ട് അല്ലെ, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട് അല്ലെ. റെഡും ഗ്രീനും ചേർന്നിട്ടായിരുന്നു യെല്ലോ കിട്ടിയിട്ടുള്ളത്. അപ്പൊ യെല്ലോന്റെ കോംപ്ലിമെന്ററി കളർ ആയിരുന്നു ബ്ലൂ അല്ലെ, യെല്ലോന്റെ കോംപ്ലിമെന്ററി കളർ ആയിരുന്നു ബ്ലൂ. ഇവിടെ സയാൻ ഉണ്ട് അല്ലെ, സയാന്റെ കോംപ്ലിമെന്ററി കളറാണ് റെഡ് അല്ലെ, മജന്തേന്റെ കോംപ്ലിമെന്ററി കളറാണ് ഗ്രീൻ അല്ലെ. അപ്പോ എന്താണ്, കോംപ്ലിമെന്ററി കളേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ. എന്താണ്, ബ്ലൂവും യെല്ലോ അല്ലെ, ഒന്ന് പ്രൈമറി കളറാണ്, ഇതെന്താ സെക്കൻഡറി കളറാണ്, ഇതെന്താ കോംപ്ലിമെന്ററി കളേഴ്സ് ആണ് അല്ലെ. കോംപ്ലിമെന്ററി കളേഴ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കളറാണ് കിട്ടുക? വൈറ്റ് കളറാണ് കിട്ടുക അല്ലെ. അപ്പൊ ഈ ഒരു ഡിസ്ക് എങ്ങനെയായിട്ട് തോന്നും? വൈറ്റ് ആയിട്ട് അപ്പിയർ ചെയ്യും അല്ലെ. ഡിസ്ക് എന്തായിട്ട് അപ്പിയർ ചെയ്യും? വൈറ്റ് ആയിട്ട് അപ്പിയർ ചെയ്യും. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഏതൊക്കെയാണ് നമ്മളുടെ പ്രൈമറി കളേഴ്സ്? നമ്മളുടെ റെഡും ഗ്രീനും ബ്ലൂ ആണ് പ്രൈമറി കളേഴ്സ്. ഈ പ്രൈമറി കളേഴ്സ് നോക്കിയതിന് ശേഷം ഈ പ്രൈമറി കളേഴ്സ് രണ്ടെണ്ണം തമ്മിൽ കൂടി ചേരുമ്പോൾ ആരൊക്കെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം അല്ലെ. യെല്ലോ ഉണ്ട്, സയാൻ ഉണ്ട്, മജന്ത ഉണ്ട്. ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. അത് നോക്കിയതിന് ശേഷം അല്ലെ, ഇങ്ങനെ രണ്ട് പ്രൈമറി കളേഴ്സ് കൂടിയിട്ട് കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് പേര് വിളിച്ചിട്ടുള്ളത്? സെക്കൻഡറി കളേഴ്സ് എന്ന് വിളിച്ചിട്ടുള്ളത് അല്ലെ. പ്രൈമറി കളറായി, സെക്കൻഡറി കളറായി അല്ലെ. ഓക്കെ. അങ്ങനെ സെക്കൻഡറി കളർ അതിന്റെ കോംപ്ലിമെന്ററി കളറിന്റെ കൂടി അല്ലെ, സെക്കൻഡറി കളർ അതിന്റെ കോംപ്ലിമെന്ററി കളറിന്റെ കൂടെ ചേരുമ്പോൾ എന്ത് ലൈറ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും? വൈറ്റ് ലൈറ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും അല്ലെ, വൈറ്റ് ലൈറ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാം. അപ്പൊ എന്താ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.